ശ്രീ റെജിലുക്കോസ്, ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ആരോഗ്യമേഖലയിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പരാതിയാണ് അവർക്ക് ആവശ്യത്തിന് ആരോഗ്യവകുപ്പിൽ ജീവനക്കാരില്ല, ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ല, വലിയ തോതിൽ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ സംഘർഷഭരിതമായ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് അവർക്ക് ഇത്തരം പിഴവുകൾ ഉണ്ടാകുന്നത് എന്ന്. ഇതിന് എന്ത് പരിഹാരം ചെയ്യാൻ കഴിയും? ആരാണ് അതിന് പരിഹാരം കാണേണ്ടത്? നേരത്തെ അങ്ങ് എതിർത്തുവെങ്കിലും നേരത്തെ ഡോക്ടർ മുബാറക് സാനി പറയുന്നുണ്ടായിരുന്നു, മാധു തന്നെ പറഞ്ഞതുപോലെ വിനയം കൊണ്ട് ആളുകൾ വരുന്ന സാഹചര്യത്തിൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന്. അതൊരു യാഥാർത്ഥ്യമാണ്. അല്ല മാധു, അതിനുള്ള മറുപടി ഒരു മെഡിക്കൽ കോളേജിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി പോലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനത്തിൽ ഒരു ഡോക്ടർ എത്രയോ രോഗികളെയാണ് നോക്കണമെന്നുള്ളത് നമ്മൾ ആ പ്രദേശത്തോടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവും. നൂറുകണക്കിന് രോഗികളാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് രോഗികളുടെ എണ്ണം കൂടും. കാരണം പകർച്ചവ്യാധികളും മഴ ആരംഭിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് കൂടത്തേ ഉള്ളൂ. ഇവർ ഊണും ഉറക്കവും ഇല്ലാതെ കൊണ്ട്, ഭക്ഷണം പോലും കഴിക്കാതെ കൊണ്ട് ഈ രോഗികളെ നോക്കുമ്പോൾ നമ്മൾ അവരെ ഇതുപോലെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ പറയരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വിമർശിക്കണം. കേരളം എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ജാഗ്രതയോടെ നിൽക്കുന്നത്? ഇത്തരം വിമർശനങ്ങളെ തെറ്റുകൊണ്ട് സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വിമർശകർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു തർക്കമില്ല. നേരത്തെ ഇവിടെ ഹരിദാസ് സാർ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാനത് യു പിനെ കമ്പയർ ചെയ്യാനൊന്നും പറയുന്നില്ല, എങ്കിലും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. 800ഓളം കുട്ടികളാണ് 2 മെഡിക്കൽ കോളേജുകളിൽ അവിടെ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയത്. ശിശുക്കൾ മരിച്ചുപോയത്. ഓക്സിജൻ കിട്ടാനാണ് കൂടുതൽ ആളുകൾ മരിച്ചുപോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കേരളം, അവിടെയൊന്നും നമുക്ക് കമ്പാരിസൺ പോലും ഇല്ല. ഇപ്പോൾ കേരളത്തിലൊരു ചെറിയ വീഴ്ച വന്നാലും വിമർശിക്കും, അത് വിമർശിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇന്നിപ്പോൾ ആ ഡോക്ടറുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞ ദിവസം. ആ വീഴ്ച ഉണ്ടായ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അവരെ ആ ഡോക്ടറെ സസ്പെൻഷനിൽ നിർത്തി. അതിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊരു നടപടി വേറെ എവിടെ ഉണ്ടാകുന്നത്? നിങ്ങളിപ്പോൾ പാശ്ചാത്യ രോഗങ്ങളിലൊക്കെ അതൊക്കെ ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യമൊക്കെ ആശ്രയിച്ചാണ് നടപടികളൊക്കെ വരുന്നത്. ആ കഥയിലേക്കൊന്നും പോകേണ്ട. അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച ഇവിടെ തീരത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടപടി സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തിയുണ്ട് സർക്കാരുകൾക്ക്. അതുകൊണ്ട് ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ ഈ പറയുന്ന സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന മുഴുവനും തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിൽ പ്രോപ്പറായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹർഷനയ്ക്ക് മുൻപിൽ ഇരുന്നു കൊണ്ടാണ് അങ്ങ് പറയുന്നത് ഉടനടി റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന്. അങ്ങനെ എത്ര റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ടെന്ന് എത്ര തവണ ആരോഗ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ ഹർഷനയ്ക്കൊപ്പമാണ്, സർക്കാർ ഹർഷനയ്ക്കൊപ്പമാണ് എന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് ഞാൻ എത്ര തവണ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഹർഷനെ എത്ര തവണ അത് വിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അനീതിക്കിരയായി നീതി കിട്ടാതെ വേദനയും തിന്നത് അടുത്ത സർജറിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഹർഷന. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് പോകുന്നത്. സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കാനുള്ള മാനസികാവസ്ഥ അവർക്കിപ്പോഴില്ല. ഇതൊക്കെ ആര് മറുപടി പറയും? അല്ല മാധു, തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഞാൻ ആ സഹോദരിക്കൊപ്പം ഒരു തർക്കമില്ല. കേരളം മുഴുവൻ അവർക്കൊപ്പം. അവരെ ഈ ചർച്ചയിൽ അല്ല, ഇതൊന്ന് പൂർത്തീകരിക്കട്ടെ ദയവായിട്ട്. അതായത് ഹർഷനയ്ക്ക് സംഭവം ഉണ്ടായത് ഏത് ഹോസ്പിറ്റലിൽ, താമരശ്ശേരിയിലോ മറ്റാണ് അവർ ആദ്യം ട്രീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞാണ് അവർ മെഡിക്കൽ കോളേജ് എത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ തിരുത്താം. അപ്പോൾ അവർക്ക് ഈ വിഷയം പുറത്തു വന്ന ഉടനെ അടിയന്തരമായിട്ട് സർക്കാർ 2 ലക്ഷം രൂപ അനുവദിച്ചു. ആ സഹോദരി അത് തിരസ്കരിച്ച് അത് പോരാന്ന് പറഞ്ഞു. അത് അവരുടെ സെൽഫ് ഡിസ്കഷനാണ്, അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ ആ മെഡിക്കൽ കോളേജ് തന്നെ ഈ വീഴ്ച വരുത്തിയ ഡോക്ടേഴ്സിന് പോലീസ് നടപടി എടുത്ത് അവർ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ അതിലേക്ക് കടന്നു. അവർക്ക് നീതി ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഗവൺമെൻറ് എങ്ങനെ ആക്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആലോചിക്കണ്ടേ? അവരുടെ ഒപ്പമാണ് നമ്മൾ. 2 തവണ അവരെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി നേരിട്ട് കയറി സംസാരിച്ചു, അവരോട് സംസാരിച്ചു. അതിലൊന്നും തൃപ്തി വരാതെ കൊണ്ട് സഹോദരി വീണ്ടും അവരുടെ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിലൊരു തർക്കം, അവരുടെ ഒപ്പം തന്നെ നമ്മൾ. പക്ഷേ സർക്കാരിനെ ഒരു വൺ സൈഡായിട്ട് ഇതിനെ വിമർശിക്കുമ്പോൾ എന്താണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതെന്നും കൂടി നമ്മൾ പറയാൻ ബാധ്യതയല്ലേ? ഇപ്പൊ ഞാൻ ലക്ഷക്കണക്കിന് സ്ത്രീ ഇറങ്ങി വന്ന് ഇത്രയും അധികം ദിവസങ്ങൾ നിൽക്കണമെങ്കിൽ എത്ര അനീതി അവർക്കുണ്ടായിട്ടുണ്ടാകണം. ഞാൻ ഈ ഹർഷനയുടെ വാർത്ത ആദ്യം കേൾക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം, നിനക്ക് മാത്രം വേദന ഒരിക്കലും തീരില്ലേ എന്ന ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രസവിച്ചെണീക്കുന്ന സ്ത്രീകളോട്, കുഞ്ഞുങ്ങളെ നോക്കാനുള്ളവരോടൊക്കെ സമൂഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടെന്നേ പല സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ എന്ന ചോദ്യം പോലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വേദനയുള്ളപ്പോൾ സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്.
ആ സാഹചര്യങ്ങളിലൊക്കെ നിന്നുകൊണ്ട് നീതി തേടുമ്പോഴാണ് ഈ പറയുന്ന തെരുവിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ആദ്യത്തെ ദിവസം ചേർത്ത് നിൽക്കണമെങ്കിൽ ആദ്യത്തെ ദിവസം ചേർത്ത് നിർത്തണം. അതിനുള്ള ഉത്തരവാദിത്തം വേണം, അതിനുള്ള മാനുഷിക പരിഗണന വേണം. അതൊന്നും കിട്ടാതെ പോകുമ്പോഴാണ് ഈ പെൺകുട്ടിക്ക് തെരുവിൽ പോയി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ല, ഒരു കാര്യം ഉറപ്പാണ്, ആ സഹോദരിയോട് ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു ചെറിയ വിഭാഗം ഉണ്ടെങ്കിൽ അവരൊക്കെ സാമൂഹിക ദ്രോഹികൾ, അവർ തർക്കമില്ല. നമ്മളൊക്കെ ഞാൻ ഹർഷിനയോട് ചോദിച്ചു എന്നല്ല പറയുന്നത്, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളെ പൊതുവെ പറഞ്ഞതാണ്. പറയുന്ന ഉദാഹരണങ്ങൾ പലതായിരിക്കും. എന്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു വന്നു, നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന പ്രസവ വേദനയും അതിനുശേഷമുള്ള ക്ഷീണവും അതിനുശേഷമുള്ള ഡിപ്രഷനും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് നമുക്കിടയിൽ. അതിനിടയിൽ വെച്ചുകൊണ്ടാണ്, അത്തരം സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന വലിയ വേദനകളൊക്കെ താങ്ങേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ അതിന് ഉപോത്ബലകമായിട്ടൊരു കാര്യം പറയാം, ഒറ്റ മിനിറ്റ് തന്നാൽ മതി. അതുപോലെ സ്ത്രീകളെ വേട്ടയാടുകയും സ്ത്രീകൾക്ക് ഈ രീതിയിലുള്ള മോശമായ രീതിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പാവപ്പെട്ട സഹോദരി ഉൾപ്പെടെയുള്ള സമൂഹത്തിനോട് ഈ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ചെറിയ വിഭാഗം കേരളത്തിലുണ്ട്. അവരെ ഊട്ടി വളർത്താനല്ലേ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചത്. സ്ത്രീ വേട്ടക്കാരൻ എന്നുള്ള തെളിഞ്ഞ ചരിത്രമുള്ള ഒരു വ്യക്തിയെ മഹാനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എത്രയോ ചർച്ചകളോട് നടന്നു. അപ്പൊ അത് സ്ത്രീകളുടെ ഒരു വലിയ വലിയ വെല്ലുവിളിയാണ്. നാളെ നിങ്ങളെ സംശയിക്കാനത് ട്രാക്ക് റെക്കോർഡ് സ്ത്രീകൾക്കെതിരെയാണെന്ന് തെളിഞ്ഞൊരു ട്രാൻസ്പോർട്ട് കണ്ടക്ടറെ ഇവിടെ മഹാനായിട്ട് ചിത്രീകരിച്ചില്ല. അപ്പൊ സ്ത്രീകളോടുള്ള എന്ത് കരുണയാണ് ഞാൻ മാധുരല്ല ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെയുള്ള വേട്ടക്കാർ ചെയ്തത്. എത്രയോ അയാളെ കുത്തിയിരുത്തിക്കൊണ്ട് അയാളെ മഹാനാന്നും അയാൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി. ഇപ്പൊ തന്നെ UK എന്നൊരു വിദ്വാൻ ഇതിലൊന്നും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും ഈ സ്ഥാപനത്തിനോ എനിക്കോ ഇല്ല എന്നുള്ളിടത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ള മാനസികാവസ്ഥ എനിക്കുണ്ട്. സംഘടിതമായ ഒരു മാധ്യമങ്ങളും ഞങ്ങളുടെ ആത്മവീര്യം തകർക്കുന്നു എന്ന് പറഞ്ഞ് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുടപിടിക്കുന്നുമില്ല എന്നുള്ളിടത്താണ് ഈ പണി ചെയ്യാനുള്ള ആത്മാഭിമാനവും ആത്മവിശ്വാസവും. ശ്രീ റജി ലൂക്കോസ്, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.